അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് സെൻട്രൽ കളർ സെറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ എഡ്ജ് കളർ സെറ്റ് ചെയ്തു, പിന്നെ അടിയിൽ വൈറ്റ് സെറ്റ് ചെയ്തു, സൈഡ് കളറ് സെയിം ആക്കി, അതുപോലെ തന്നെ അതിന് തുല്യമായിട്ട് സെൻറ്റർ കട്ടാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് പോർഷനോടെയും സെയിം കളറാക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി. അതിന് നമ്മൾ 3x3 ക്യൂബിൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യെല്ലോ ഇല്ലാത്ത സെൻട്രൽ കളർ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇവിടെ പച്ചയാണ്, ഇവിടെ നമ്മൾ റെഡും മാച്ച് ചെയ്തു. അപ്പോൾ പച്ചയില്ലാത്ത രണ്ട് സൈഡ് ഏതാണെന്ന് നോക്കാം, അല്ല പച്ചയുള്ള സൈഡ് ഏതാണെന്ന് നോക്കാം. ഇവിടെയാണ് പച്ചയുള്ള സൈഡ്. അപ്പോൾ പച്ചയില്ലാത്ത സൈഡിലേക്ക് ഇത് മാറ്റണം, ഈ കളറുള്ള സൈഡിനെ പച്ചയില്ലാത്ത കളറിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി, ഇങ്ങോട്ട് കാണിക്കാം. പച്ചയില്ലാത്ത സൈഡിൽ പച്ച ഇതാണ്, ഇവിടെയാണ് പച്ചയില്ലാത്ത, അപ്പോൾ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയാലുണ്ട് ഈ കട്ട നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തു, അടിയിൽ നിന്ന് ഇതിങ്ങനെ അങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ ഈ കട്ട ഇങ്ങനെ കോണായിരിക്കും, അതിൻ്റെ ഇങ്ങനെ തിരിച്ചു. ഇനി നമ്മൾ നേരത്തെ ഈ കട്ട വൈറ്റാക്കാൻ വേണ്ടി എന്ത് പ്രോസസ്സാണ്, ഇവിടെ വെള്ളക്കട്ടയാണ്, വെള്ളക്കട്ട അടിയിൽ കൊണ്ടുവരാൻ വേണ്ടി എന്ത് പ്രോസസ്സാണ് ചെയ്തത് അതന്നെ ചെയ്യുക. അതിങ്ങനെ ഇവിടെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മാച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ 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 ചെയ്യുക. അപ്പോൾ നമുക്ക് സെൻട്രൽ കളർ ഓക്കെ. ഇവിടെ കളർ മാച്ചാക്കാനായിട്ട് ഇവിടെ ഓറഞ്ചാണ്, ഇവിടെ നീലയാണ്. അപ്പോൾ എഡ്ജ് കളർ നീല ഈ സൈഡ് ആയതുകൊണ്ട് ഈ സൈഡ് കളറ് നീലയാണ്. ഇനി ഇവിടെ ഓറഞ്ച് ആയതുകൊണ്ട് ഈ ഓറഞ്ച് എവിടെ ഇടണം, ഇവിടെയാണ് ഓറഞ്ച് ഇടുന്നത്. അപ്പോൾ ഈ കട്ട ഈ സൈഡിലേക്ക് മാറ്റണം, അങ്ങനെ മാറ്റി. ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയാലുണ്ട് അടിയുടെ തിരിക്കുന്നത് മുകളിലേക്ക് ഇരിക്കും. അങ്ങനെ മുകളിലേക്ക് തിരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് തിരിച്ചിട്ട് അതിൻ്റെ നേരെ കാറ്റ് കൊടുക്കും. അപ്പോൾ അടിയിലെ ഒരു കട്ട മാറിയിട്ടുണ്ട്, അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കോണോട് കോണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇത് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കും, അതിങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതും ശരിയായില്ലേ, അപ്പോൾ ഈ കളറും ശരിയായി. ഇനി ഇവിടെ വീണ്ടും സെറ്റായിട്ടുണ്ട്, ഇവിടെ റെഡ് വന്നിട്ടുണ്ട്, ഇവിടെ മാച്ച് ഇങ്ങനെ കിടക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ മാച്ചാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ റെഡ് എവിടെയാണെന്ന് നോക്കും, ഈ സൈഡിലാണ് റെഡ്, ഈ സൈഡിലാണ് റെഡ്. ഇപ്പോൾ റെഡ് ഇല്ലാത്ത സൈഡിലേക്ക് ഇങ്ങനെ മാറ്റുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയാണതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് തിരിച്ചിട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ട് അടിയിൽ ആ കട്ട വീണ്ടും ഇങ്ങനെ ആക്കും. അപ്പോൾ ഒരു വൈറ്റ് കട്ട മാറിയുണ്ട്. അപ്പോൾ വൈറ്റ് കട്ട മാറിയിട്ട് ഇവിടെ ഇനിയും നമ്മൾ ആദ്യത്തെ ലെയർ ചെയ്ത അതേ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യും. ഇത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ കൊടുക്കാം, ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ടാക്കി. അപ്പോൾ അത് ഇപ്പോൾ സെൻട്രൽ കളർ സെറ്റായി, ഇതിന് നമ്മളധികം പ്രോസസ്സൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് വേറെ രണ്ട് കട്ടകളോട് ഇനി സെറ്റ് ചെയ്യാനുണ്ട് മുകളിൽ, പിന്നെ ഈ സൈഡ് കട്ടകളും സെറ്റ് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് പ്രോസസ്സ് ചെയ്യാം, എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെ രണ്ട് സൈഡും മാച്ച് ആയേക്കണ സൈഡ് ഉണ്ട് നമുക്ക്. ഇവിടെ ഈ സൈഡിലെ കട്ട ഇവിടെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മാച്ച് ആയണ ഒരു കളറ് ബാക്കിലും ഒരു സൈഡിന് ഇടത് വശം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഈ കട്ട റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് മുകളിൽ അപ്പർ ചെയ്യാം, റൈറ്റ് ചെയ്യാം, അപ്പർ ചെയ്യാം, റൈറ്റ് ഇൻവേർട്സ് ചെയ്യാം, അപ്പർ ചെയ്യാം, റൈറ്റ് ഇൻവേർട്സ് രണ്ട് പ്രാവശ്യം ചെയ്യാം, റൈറ്റല്ല അപ്പർ ഇൻവേർട്സ് രണ്ട് പ്രാവശ്യം ചെയ്യാം. ഇതാണ് ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. 3x3 നമ്മൾ ചെയ്ത മാതിരിയുള്ള പോസ്റ്റ് വന്നിട്ട്. ഇപ്പോൾ നമ്മൾ കട്ടകളെല്ലാം മാറ്റാൻ നോക്കാം. അപ്പോൾ കട്ടകളെല്ലാം മാറ്റാറുണ്ട്, സെൻറ്റർ എഡ്ജ് കട്ടകളൊക്കെ മാറ്റാറുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും സൈഡ് സെയിം കട്ട തന്നെയാണ് വന്നതെന്ന് നോക്കാം. ഇവിടെ സെയിം കട്ട തന്നെയാണ്. അപ്പോൾ അത് സെയിം കട്ട വന്നേക്കുന്നത് നമ്മൾ വലത്തെ സൈഡിലേക്ക് പിടിക്കണം. വലത്തെ സൈഡിലേക്ക് പിടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം, അപ്പർ ഫോക്കസ് ചെയ്യുക, പിന്നെ റൈറ്റ് ചെയ്യുക, അപ്പർ ഇൻവേർഡ് ചെയ്യുക, ലെഫ്റ്റ് മുകളിലേക്ക് ചെയ്യുക, പിന്നെ അപ്പർ ചെയ്യുക, റൈറ്റ് ഇൻവേർഡ് ചെയ്യുക, അപ്പർ ഇൻവേർഡ് ചെയ്യുക, റൈറ്റ് ഇൻവേർഡ് ചെയ്യുക. ഇപ്പോൾ എല്ലാ കളറും മാച്ചായിട്ടുണ്ട്. എല്ലാ സൈഡും ഈ 4 കോണും മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കളറും മാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കട്ട തന്നെയാണ് വരേണ്ടത്. ഇവിടെ ഈ കളറല്ല വരേണ്ടത്. ഇവിടെയും ഈ കളറല്ല വരേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കോഴ്സ് ഒന്നുകൂടെ ചെയ്യുന്നു. മാച്ച് ആയിട്ട് വന്ന കളറ് ഏത് സൈഡാണ് നോക്കാം. ഈ സൈഡാണ്. അത് ഒന്നുകൂടെ പിടിക്കുന്നു. അപ്പർ ക്ലോക്ക്വൈസ് ചെയ്യുക, റൈറ്റ് ക്ലോക്ക്വൈസ് ചെയ്യുക, അപ്പർ ഇൻവേർഡ് ചെയ്യുക, ലെഫ്റ്റ് മുകളിലേക്ക് എടുക്കുക, അപ്പർ ഇരിക്കുക, ഇരിക്കുക, അപ്പർ വീഴ്ചിരിക്കുക, ഇരിക്കുക. ഇപ്പോൾ മാച്ചായിട്ടുണ്ട്. ഇപ്പോൾ സെയിം കളറുകളാണ് എല്ലാവരും വന്നത്. ഇനി നമ്മൾ ഈ 2 കളർ മാത്രമാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഈ 2 കളർ മാത്രമാണ് സെറ്റ് ചെയ്യാറുള്ളത്. അതിന് നമ്മൾ 3x3 ചെയ്ത പ്രോസസ്സ് അങ്ങനെ തന്നെ ചെയ്യാം. കിട്ടാനുള്ള 2 എഡ്ജ് കളർ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് ഇതെടുക്കാം. നമ്മുടെ ഇതെടുക്കാം, 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 ഇതെടുക്കാം. അപ്പോൾ മുകളിൽ ഇവിടെ സെറ്റായിരുന്നു. ഇനി ഇപ്പോൾ ഇങ്ങനെ തിരിച്ചു വയ്ക്കാം. ഇങ്ങനെ തിരിച്ചു വയ്ക്കാൻ എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് എടുക്കാം, ലെഫ്റ്റ് എടുക്കാം, റൈറ്റ് എടുക്കാം, ഇത് എടുക്കാം, ഇത് ഒന്നുകൊണ്ട് താഴത്തേക്ക് എടുക്കാം, ഇത് വേണമെങ്കിൽ എടുക്കാം, 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 ഇത് ഒന്നുകൂടെ എടുക്കാം, 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 എടുക്കാം. ഇങ്ങനെ ഈ കട്ട അങ്ങോട്ടും തിരിച്ചു വെച്ചത്. ഇത്രയും പ്രോസസ്സിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ട് പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് വീഡിയോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഈ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും ചില സമയത്തൊക്കെ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് 4x4 കട്ട സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി പാരിറ്റി എറർ എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ വരാം. അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരാം. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് എല്ലാ സൈഡും സെറ്റ് ചെയ്യാൻ പറ്റിയ വൈറ്റ് എല്ലാ കളറും സെറ്റ് ചെയ്യാൻ പറ്റിയ. ഓക്കെ.